വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലായി നമ്മൾ കണ്ടത്. നേപ്പാളിലെ യുവജനത തെരുവിലിറങ്ങിയതോടുകൂടി അവിടെ വലിയ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഗവൺമെൻറ് കെട്ടിടങ്ങൾ തീയിൽ കത്തി അമരുന്നുണ്ട്. 20ഓളം വരുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പോലും രാജിവെച്ച് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകൾ പോലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇതേ സമയം തന്നെ ഫ്രാൻസിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. പ്രധാനമന്ത്രി അവിടെയും രാജിവെക്കുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഫ്രാൻസിലും അരങ്ങേറുന്നുണ്ട്. UK കാര്യത്തിലാണെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ റാലിയും മറ്റുമൊക്കെയാണ് അവിടെയും സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. ഈ ഒരു വീഡിയോയിലൂടെ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നേപ്പാളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ഫ്രാൻസിൽ നടന്ന പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ചും പിന്നീട് UK നടന്നിട്ടുണ്ടായിരുന്ന 1.5 ലക്ഷത്തോളം ആളുകൾ പങ്കുചേർന്നിട്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായ രീതിയിൽ തന്നെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഏതായാലും താഴെ ടൈം ലൈൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയം മാത്രമാണ് അറിയേണ്ടതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നേരെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നേപ്പാളിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഏവരും ആദ്യം തന്നെ ഒരുപോലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം 26ഓളം വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം പൂർണ്ണമായിട്ടും നേപ്പാളിൽ ബാൻ ചെയ്തതോടുകൂടിയിട്ട് അവിടുത്തെ യുവജനങ്ങൾ, ജൻസികൾ പ്രതിഷേധ പരിപാടികളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി. അത് പിന്നീട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോലും ചെന്നെത്തിച്ചേരുകയും വലിയ തരത്തിലുള്ള പല അനന്തരഫലങ്ങളും അതോടുകൂടെ സംഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വാർത്തകളാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ ബാൻ വന്നത് കാരണമായിട്ട് നേപ്പാൾ ഗവൺമെൻറ് തന്നെ നിലം പതിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. സമാധാനപൂർണമായ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പ്രതിഷേധ പരിപാടികൾ അടിച്ചമർത്താൻ ഗവൺമെൻറ് ശ്രമിച്ചതോട് കൂടിയിട്ട് അത് പിന്നീട് ശക്തിയായ രീതിയിൽ തന്നെ ആളിക്കത്തുന്ന കാഴ്ചയാണ് നേപ്പാളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്ത ഗവൺമെൻറ് ബിൽഡിങ്ങുകളും പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും വസതികളുമെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തീയിലമരുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുണ്ടായി. പ്രതിഷേധക്കാരും പോലീസും പരസ്പരം ഏറ്റുമുട്ടുകയും 20ഓളം വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് മരണം സംഭവിക്കുകയുണ്ടായി. ഈ ഒരു സ്ട്രൈക്കിൻ്റെ, ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സ്കൂൾ കോളേജ് യൂണിഫോമുകൾ പോലും ധരിച്ച് യുവാക്കൾ തെരുവിലിറങ്ങിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇതിൻ്റെ അനന്തരഫലം എന്നോണം പ്രധാനമന്ത്രി പോലും രാജിവെക്കുകയും ജീവനും കൊണ്ട് രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ തന്നെ വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു സോഷ്യൽ മീഡിയാസൊക്കെ ബാൻ ചെയ്തത് കാരണമായിട്ട് എന്തിനാണ് ഇത്ര വലിയ പ്രക്ഷോഭത്തിലേക്ക് പോലും യുവജനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വിശദമായ രീതിയിൽ തന്നെ, വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വിപ്ലവം ആരംഭിക്കണമെങ്കിൽ എപ്പോഴും അതിനൊരു തീപ്പൊരി വേണമെന്ന് പറയും. ചെറിയൊരു തീപ്പൊരിയിൽ നിന്നായിരിക്കാം വലിയൊരു വിപ്ലവം, വലിയൊരു റവല്യൂഷൻ തന്നെ ഉണ്ടാകുന്നത്, ഉടലെടുക്കുന്നത്. അതുപോലൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സോഷ്യൽ മീഡിയ ബാനോടുകൂടെ സംഭവിച്ചത്. ഓൾറെഡി വ്യത്യസ്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളിലൂടെയുമായിരുന്നു നേപ്പാളിലെ യുവജനത കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നേപ്പാളിൽ യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ വലിയ തോതിൽ കൂടി വരികയും ജീവിക്കാനായിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്ക് പോലും ജോലി അന്വേഷിച്ച് പോകേണ്ട അവസ്ഥയിലൂടെയൊക്കെയാണ് നേപ്പാൾ യുവജനത മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ഇവർക്കൊക്കെ തന്നെയും ഒരുപോലെ കാണാൻ സാധിച്ചു. അത് പൊളിറ്റീഷ്യൻസിൻ്റെ, വലിയ വലിയ ഉന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ ലൈഫ് സ്റ്റൈലാണ്. അവർ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാടധികം പണം ചിലവഴിച്ച് ആർഭാടപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങളും മറ്റുമൊക്കെ സ്വന്തമാക്കുന്നു, കറങ്ങി നടക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയും വലിയ മണിമാളികകൾ പണിയുന്നു. എന്തുകൊണ്ടും വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് അവരെല്ലാം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇവരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് നേപ്പാൾ യുവജനതയുടെ
ഉള്ളിൽ നിന്ന് തന്നെ ഉണർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് തങ്ങൾ നൽകുന്ന നികുതി പണം വലിയ തോതിൽ തന്നെ ഇവർ കൊള്ളയടിക്കുകയും അതുപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള ജീവിതം ഇവരും കുടുംബാംഗങ്ങളും നയിക്കുന്നത്. അതേസമയം തങ്ങൾ സാധാരണ ജനങ്ങളായിട്ടുള്ള ആളുകൾ, യുവജനങ്ങളായിട്ടുള്ള ആളുകളെല്ലാം പട്ടിണിയും പരിവട്ടവുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ഗതികേട് വീഴുന്നു. ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്യാമ്പയിനുകൾ ഉയർന്നു വരുന്നു. നെപ്പോ കിഡ്സുമായി ബന്ധപ്പെട്ട അവരുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ ഷെയർ ചെയ്യപ്പെടുന്നു. ഒരു പൊതുവികാരം തന്നെ ഈ പൊളിറ്റീഷ്യൻസിനൊക്കെ എതിരായിട്ട് പതിയെ പതിയെ ഉയർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ ഒരു അഴിമതിക്കാരായിട്ടുള്ള രീതിയിലേക്കാണ് വരുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് യുവജനങ്ങൾ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നേപ്പാളിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10-17 വർഷത്തിനിടക്ക് 14ഓളം ഗവൺമെൻറ്റുകളാണ് അവിടെ മാറി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഭരണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ മറ്റു പാർട്ടിയുമായിട്ടൊരു സഖ്യത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടാണ് ഇവർ ഭരണത്തിലേക്ക് വരുന്നത്. എന്നാൽ ആ സഖ്യകക്ഷികളൊക്കെ തന്നെയും കൂറുമാറുന്നതോടു കൂടിയിട്ട് ഗവൺമെൻറ് നിലം പതിക്കുന്നതായിരിക്കും. പിന്നീട് സഖ്യകക്ഷികൾ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയും അങ്ങനെ അവർ ചേർന്നുകൊണ്ട് മറ്റൊരു ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്യും. ഈ ഒരു രാഷ്ട്രീയ അസമത്വം നിലനിൽക്കുന്നത് കാരണമായിട്ടാണ് 17 വർഷത്തിനിടക്ക് 14ഓളം ഗവൺമെൻറ്റുകൾ ഇത്തരത്തിൽ മാറി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാനൊന്നും ഈ ഗവൺമെൻറ്റുകൾക്ക് നേരം കിട്ടാറില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിക്കുന്നത്, രാഷ്ട്രീയക്കാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഒരുപോലെ തന്നെ ചിന്തിക്കുന്നത് ഭരണം പൂർണ്ണമായിട്ടും തകർന്നടിയുന്നതിന് മുമ്പായിട്ട് തങ്ങളുടെ കീശ വലുതാക്കണമെന്നൊരു കാര്യമാണ്. ഇതോട് കൂടിയിട്ടൊക്കെ തന്നെ ആവണം വലിയ തോതിലുള്ള അഴിമതിയിലേക്ക് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒരുപോലെ തന്നെ ചെന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരായിട്ട്, അവരുടെ അഴിമതികൾക്കെതിരായിട്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിനുകളെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ആളുകൾ വലിയ രീതിയിൽ അതൊരു പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ തന്നെയും കൊണ്ടുപോകുമ്പോൾ സോഷ്യൽ മീഡിയയെ ബ്ലോക്ക് ചെയ്യുക, പൂർണ്ണമായിട്ടും തടഞ്ഞു വെക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ പോലും ഒരു അത്യാവശ്യമായിട്ട് മാറി വരുന്നുണ്ട്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സോഷ്യൽ മീഡിയ കമ്പനികളും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണമെന്നും അതുപോലെ തന്നെ ഈ കമ്പനികളെല്ലാം തന്നെ ഒരു ലോക്കൽ ഓഫീസ് തുടങ്ങിയിരിക്കണം എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിക്കുകയാണ്. ഒരാഴ്ച അതിനു വേണ്ടിയിട്ട് അവർ സമയം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഇതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ്. ഇതോട് കൂടിയിട്ടാണ് സെപ്റ്റംബർ 4-ാം തീയതി യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും തുടങ്ങിയിട്ടുള്ള 26ഓളം വരുന്ന പ്രമുഖമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം തന്നെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ നേപ്പാളിൽ പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ബാൻ ചെയ്യുന്നത്. എന്നാൽ ടിക്ടോക്ക് പോലുള്ള ചില സാമൂഹ്യ മാധ്യമങ്ങൾ സ്റ്റിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചതോടു കൂടിയിട്ട് വലിയ തോതിൽ തന്നെ അവിടുത്തെ യങ്സ്റ്റേഴ്സ് ട്രിഗേർഡ് ആവുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നേപ്പാളിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒന്നായിരുന്നു. അവിടുത്തെ 50% വരുന്ന ആളുകളും കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നേപ്പാളിൻ്റെ GDP-യിലേക്ക് പോലും വലിയൊരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ ആളുകളായിട്ട് നിരന്തരമായിട്ട് നേപ്പാൾ ജനത കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെയും ഇത്തരത്തിലുള്ള പ്രമുഖമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതൊക്കെ തന്നെയും ഒറ്റയടിക്ക് നിർത്തലാക്കിയതോടു കൂടിയിട്ട് ജനം ക്ഷുഭിതരാവുകയും പ്രത്യേകിച്ച് ജൻസികൾ ക്ഷുഭിതരാവുകയും യങ്സ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്കായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇത് പൂർണ്ണമായിട്ടും ഓൺലൈനിലൂടെ തന്നെയായിരുന്നു പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. VPN ഉപയോഗിച്ച് ബാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അവർ ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇതിന് ശേഷമാണ് ഓൺലൈനിൽ ഉണ്ടായിരുന്ന ഈ പ്രൊട്ടസ്റ്റുകളെല്ലാം തന്നെ ഓഫ്ലൈനിലേക്ക് മാറുന്നതും യുവജനങ്ങൾ പൂർണ്ണമായിട്ടും സെപ്റ്റംബർ 8 ആകുമ്പോഴേക്ക് തെരുവിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും സ്കൂൾ കോളേജ് യൂണിഫോമുകൾ പോലും ധരിച്ചുകൊണ്ട് ജൻസികൾ വലിയ തോതിലുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതൊക്കെ.
ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇതിന് പൂർണ്ണമായിട്ടും അടിച്ചമർത്തുക എന്നൊരു തീരുമാനം തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ് കൈക്കൊണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെടിവെപ്പ് പോലും ഈ പ്രതിഷേധക്കാർക്ക് നേർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ടാണ് 19-20ഓളം വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മരണം സംഭവിക്കുന്നത്. ഏറെക്കുറെ 4000ഓളം വരുന്ന ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ 1000ഓളം ആളുകളുടെ നില അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഈ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചതോട് കൂടിയിട്ട് പിന്നീട് ഈ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ വലിയ തോതിൽ ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കർഫ്യൂവും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഗവൺമെൻറ് ബിൽഡിങ്ങുകളും പാർലമെൻറ്റ് പോലും തീയിടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. എന്തൊക്കെ തന്നെയായാലും ഇതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ളൊരു പോലീസ് അന്വേഷണത്തിനൊക്കെ തന്നെയും ഉത്തരവിടുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ പ്രക്ഷോഭങ്ങൾ അവസാനിക്കുന്നില്ല. അത് പിന്നെയും ആളിക്കത്തുകയായിരുന്നു. അത് പിന്നീട് ഈ സോഷ്യൽ മീഡിയ ബാൻ എന്നതിനും അപ്പുറത്തേക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ കാരണം മാത്രമായിരുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നീട് അതൊരു അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പ്രൊട്ടസ്റ്റ് എന്ന രീതിയിലേക്ക് പോലും മാറി വരുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. വലിയ തോതിലുള്ള ആക്രമണ സ്വഭാവത്തിലേക്ക് പോലും അത് എത്തിച്ചേരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലേക്ക് മന്ത്രിമാരും മറ്റുമൊക്കെ എത്തിച്ചേരുന്നത്, പ്രധാനമന്ത്രി രാജിവെക്കുന്നത്. ഈ മന്ത്രിമാരെയും മറ്റുമൊക്കെ അവരുടെ വസതികളിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ പോലും വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിലവിലുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രി KP ശർമ്മ ഒളി രാജിവെച്ച് രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടതോടുകൂടിയിട്ട് തന്നെ പ്രസിഡന്റ് താൽക്കാലികമായിട്ടൊരു പ്രധാനമന്ത്രിയെ നിയമിച്ചിട്ടുണ്ട്. സുശീല കർക്കി എന്ന് പറയുന്ന ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. അതായത് നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ഇവർ. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴും ആ ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ശക്തമായ രീതിയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യുവാക്കളെ എല്ലാ നിലയിലും അടിച്ചമർത്തി എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ആവശ്യത്തിന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും തടസ്സം വരുന്നു എന്ന് കാണുമ്പോൾ ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും പോലും അവർ എത്തിച്ചേരുന്നൊരവസ്ഥ എത്തുമ്പോഴൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിലും വിദേശ ശക്തികളുടെ വലിയ തോതിലുള്ള കൈകൾ ഈ ഒരു പ്രവൃത്തികൾക്ക് പുറകിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും ഈ ഒരു പ്രതിഷേധത്തെ ഇത്തരം വലിയൊരു പ്രക്ഷോഭമാക്കി മാറ്റുന്നതിനും ഇത്തരത്തിലൊരു ഗവൺമെൻറ്റിനെ പോലും പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിലുമൊക്കെ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പല വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നേപ്പാളിൻ്റെ ചൈനയുമായിട്ടുള്ള ബന്ധം തന്നെ ആയിരിക്കാം ഇതിനുള്ള കാരണമെന്നാണ് എല്ലാവർക്കും വിശദീകരിക്കാനുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഫ്രാൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫ്രാൻസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് രാജ്യവ്യാപകമായിട്ട് ശക്തമായ രീതിയിലുള്ള പൊതുജന പ്രക്ഷോഭങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ ജനങ്ങൾ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. റോഡുകളും ഹൈവേകളും ഒക്കെ പൂർണ്ണമായിട്ടും അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ബിന്നുകളും മറ്റു വസ്തുക്കളും എല്ലാം കൂട്ടിയിട്ട് അവർ കത്തിക്കുന്നുണ്ട്. ചില പൊതു ബിൽഡിങ്ങുകളൊക്കെ തന്നെയും, പൊതു കെട്ടിടങ്ങൾ, പൊതു സ്ഥാപനങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ജനങ്ങൾ പിടിച്ചടക്കുന്നുണ്ട്. പോലീസുകാരും പ്രക്ഷോഭക്കാരും തമ്മിൽ ശക്തമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ തന്നെ ഒരു കലുഷിതമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഫ്രാൻസും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ അസമത്വം തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടത്, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിന് അവരെ പ്രേരിപ്പിച്ചു എന്നൊരു കാര്യം കൃത്യമായ രീതിയിൽ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണോ നേപ്പാളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലൊരു അവസ്ഥയൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഫ്രാൻസിൻ്റെയും പാർലമെൻറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ തന്നെയും അനന്തരഫലമായിട്ട് കഴിഞ്ഞ 3 വർഷത്തിനിടക്ക് 5 പ്രധാനമന്ത്രിമാരാണ് മാറി 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 അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് അവിടുത്തെ പ്രസിഡന്റ് ഉള്ളത്. പിന്നീട് പ്രസിഡൻ്റാണ് ആരെ പ്രധാനമന്ത്രിയാക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പ്രസിഡൻറ്റിൻ്റെ പാർട്ടിയിൽപ്പെടുന്ന ആളുകളുടെ ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളെ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ 2024 ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇലക്ഷനോട് കൂടിയിട്ട് അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിൻ്റെ പാർട്ടിയുടെ
ആ ഒരു ഭൂരിപക്ഷം അവിടെ കുറഞ്ഞു വരികയാണ്. സ്വാഭാവികമായിട്ടും ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയാക്കി മാറ്റേണ്ടത്. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നതിന് പകരമായിട്ട് തൻ്റെ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളുകളെ തന്നെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്കുള്ള പിന്തുണ അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിപക്ഷവും മറ്റുമൊക്കെ കുറഞ്ഞു വരുന്നതോട് കൂടിയിട്ട് അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. വിശ്വാസപ്രമേയമൊക്കെ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രിമാർക്ക് അവരുടെ സ്ഥാനം നഷ്ടമാവുകയാണ്. പിന്നീട് മറ്റൊരാൾ വരേണ്ട ഒരു അവസ്ഥയിലേക്ക്, മറ്റൊരാളെ നിയമിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ, ഇത്തരത്തിലൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഫ്രാൻസിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും കൃത്യമായിട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ജനങ്ങൾ സന്തുഷ്ടരല്ലാത്തൊരു രാജ്യം തന്നെ അല്ലെങ്കിൽ ഒരു ഭരണം തന്നെ അവിടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉടലെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതോട് കൂടിയിട്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് പ്രധാനമന്ത്രിയായിരുന്ന ഫ്രാങ്കോയിസ് ബൈറോ 2026 ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് കൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പൊതുചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ടിൽ നിന്ന് 44 ബില്യൺ യൂറോ വെട്ടിക്കുറക്കും എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സേവനങ്ങളിൽ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ വരാൻ പോകുന്നു എന്ന് ചുരുക്കം. മാത്രമല്ല അടുത്തൊരു കാര്യം, പൊതു അവധികൾ വെട്ടിച്ചുരുക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ ഒരുപാട് അവധി ദിനങ്ങൾ കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ആ അവധി ദിനങ്ങൾ പോലും വെട്ടിക്കുറക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല പെൻഷൻ വർധനവ് കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ആ നടപടികളെ മരവിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, സാമൂഹ്യ സേവനങ്ങൾ എന്നിവയിലുള്ള ചിലവുകൾ കുറയ്ക്കുമെന്നുമൊക്കെയാണ് ഈ ഒരു ബജറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന്. ഇവിടെയും ആദ്യം ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൂടെ ആയിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ബ്ലോക്ക് എവരിത്തിങ് എന്ന പേരിൽ വലിയൊരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്. ഓഫ്ലൈനിലേക്ക് പിന്നീട് അത് മാറി വരുന്നുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ തന്നെ സെപ്റ്റംബർ 8 ഫ്രാങ്കോയിസ് ബൈറോ വിശ്വാസ വോട്ടെടുപ്പിലൂടെ പരാജയപ്പെടുന്നുണ്ട്. അതോടുകൂടിയിട്ട് സെപ്റ്റംബർ 9 ഈ ഒരു പ്രക്ഷോഭ പരിപാടികളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇത് ഈ പ്രക്ഷോഭങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കാൻ കൂടെ ഒരു വലിയ കാരണമായിട്ട് മാറുന്നുണ്ട്. ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യുക എന്നത് തന്നെയായിരുന്നു ജനങ്ങളുടെ എല്ലാം ഒരുപോലെയുള്ള ആവശ്യം. എന്തൊക്കെ തന്നെയായാലും പ്രധാനമന്ത്രി രാജിവെച്ച് പുറത്തു പോയതോടു കൂടിയിട്ട് വീണ്ടും പ്രസിഡന്റ് മാക്രോൺ തൻ്റെ സന്തത സഹചാരികളിൽപ്പെട്ട മറ്റൊരാളെയാണ് ഇവിടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യൻ ലിക്കോർണു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും പരിഹരിച്ച് നൽകാവുന്ന രീതിയിലുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ തന്നെയും അദ്ദേഹം നൽകുന്നുണ്ടെങ്കിലും ഇനി എന്തെല്ലാം അവിടെ സംഭവിക്കുമെന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ നോക്കി കാണേണ്ടി തന്നെ ഇരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, UK സംഭവിച്ചിട്ടുള്ള ലണ്ടൻ നഗരത്തെ പൂർണ്ണമായിട്ടും നിശ്ചലമാക്കിയിട്ടുള്ള വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു കുടിയേറ്റ വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള റാലിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏറെക്കുറെ 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ റാലിയിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നത്. കുടിയേറ്റ വിരുദ്ധ വികാരം അത് തന്നെയാണ് ഈ റാലിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അസ്തിത്വം എന്ന് പറയുന്നത്. ഇവിടെ ഈ കുടിയേറ്റക്കാരെ കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും UK അനുഭവിക്കുന്നുണ്ട്. UK പല ഭാഗങ്ങളെയും അവർ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുന്നുണ്ട്. UK മൊത്തത്തിലുള്ള കൾച്ചറലായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. UK പൂർണ്ണമായിട്ടുള്ള മൂല്യത്തെ അവർ കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വെച്ചുകൊണ്ടായിരുന്നു ഈ കുടിയേറ്റ വിരുദ്ധപരമായിട്ടുള്ള ഈ റാലി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് സർവീസുകളിലൊക്കെ തന്നെയും ഇപ്പോൾ തിരക്ക് വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെയും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് UK കുടിയേറി വന്നിട്ടുള്ള ആളുകളാണ് എന്ന രീതിയിലാണ്. മാത്രമല്ല നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, UK പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും കുടിയേറി വന്നിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള വളരെ മോശം രീതിയിലുള്ള പല വീഡിയോകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ചിലതൊക്കെ തന്നെയും ഈ കുടിയേറി വന്നിട്ടുള്ള ആളുകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇതിൽ പൊറുതിമുട്ടിയതോട് കൂടിയിട്ട് തങ്ങൾ രംഗത്തേക്ക് വരുന്നു അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ റാലിയും മറ്റുമൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ട 2 പേരുകളുണ്ട്. ആ പേരിൽ ഒന്നാമതായിട്ടുള്ളത് ടോമി റോബിൻസൺ ആണ്, രണ്ടാമതായിട്ടുള്ളത് എലൺ മസ്ക് ആണ്. ഈ ടോമി റോബിൻസൺ എന്ന് പറയുന്നത് ഒരു തീവ്ര വലതുപക്ഷ പ്രവർത്തകനാണ്. അതേപോലെ തന്നെ UK തന്നെയും വലിയ തോതിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇയാളാണ് പ്രധാനമായിട്ടും ഈ റാലിക്കൊക്കെ തന്നെയും നേതൃത്വം നൽകി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത്. UK തന്നെയും ഇത്തരത്തിലുള്ള വയലൻറ്റ് സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകളൊക്കെ തന്നെയും നടത്തിയതിൻ്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. രണ്ടാമത്തെ എലൺ മസ്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ടേക്ക് തുടർന്നു പോകണം എന്ന രീതിയിൽ ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇതിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് മാറി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 2 സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസമത്വങ്ങളൊക്കെയാണ് വലിയ തോതിൽ ജനങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, തെരുവിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അടിസ്ഥാനപരമായിട്ട് 3 പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭ പരിപാടികൾ ചേർത്ത് വെച്ച് നമ്മൾ നോക്കുന്ന അവസരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റപ്പെടുന്നില്ല. അവരുടെ ആവശ്യങ്ങളിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ കടന്നു വരുന്നു. അതിനെ കൃത്യമായ രീതിയിൽ അധികാരികൾ നോക്കിക്കാണുന്നില്ല, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ വരുന്നതോട് കൂടിയിട്ട് തന്നെയാണ് ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ജനങ്ങൾ ഒരുപോലെ തന്നെ മുന്നിട്ടിറങ്ങുന്നത്. ഇവിടെയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ ഇത്തരം പ്രക്ഷോഭ പരിപാടികൾക്കൊക്കെ തന്നെയും വലിയൊരു വേദിയാകുന്നതായിട്ട്, ഒരു പ്രാരംഭ വേദിയാകുന്നതായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ചധികം തിരക്കുകളിലൊക്കെ പെട്ടുപോയി. ഒരു പേഴ്സണൽ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ മൂക്കിൽ ചെറിയൊരു സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം റെസ്റ്റിലൊക്കെ ആയിരുന്നു. എനിക്കറിയാം കുറച്ച് ദിവസം മുമ്പേ തന്നെ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സൊക്കെയാണത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 3 കൂടെ ഇതുപോലെ തന്നെ എടുത്തിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ വീക്കിലും ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റ വീഡിയോ ആക്കിയിട്ട് അവതരിപ്പിച്ചാൽ എന്നൊരു ചെറിയ പ്ലാൻ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സെഗ്മെൻ്റായിട്ട്, പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ ഒരു സെഗ്മെൻ്റായിട്ട് നമുക്ക് ഏതായാലും അത് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട്